കാടുകയറി പാമ്പുകളുടെ താവളമായി മാറി മുണ്ടംവേലി GCDAയിലെ മത്സ്യകൃഷി ഫാം. ആശങ്കയിലായി സമീപവാസികൾ. മത്സ്യകൃഷി ലാഭകരമല്ല എന്ന കാരണത്താൽ GCDA നിർത്തിവെക്കുകയായിരുന്നു മത്സ്യകൃഷിയും കൂടുകൃഷിയും. ഫാം വൃത്തിയാക്കി കാടുവെട്ടി സുരക്ഷയും വൃത്തിയും ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. തോപ്പുംപടി മുണ്ടംവേലി പ്രദേശത്തെ GCDAയുടെ മത്സ്യകൃഷി ഫാമിൽ പാമ്പുകളുടെ ശല്യം രൂക്ഷമായതായി പരാതി. വർഷങ്ങളായി വേണ്ടത്ര പരിപാലനമില്ലാതെ കാടുകയറിയ ഫാം പ്രദേശം ഇഴജന്തുക്കളുടെയും മരപ്പട്ടികളുടെയും താവളമായി മാറിയെന്നാണ് ആരോപണം. ഫാമിനു ചുറ്റുമുള്ള സുരക്ഷാവേലികൾ പല ഭാഗങ്ങളിലും തകർന്ന നിലയിലാണ്. ഓഫീസ് കെട്ടിടം സ്ഥിതി ചെയ്യുന്ന 20 സെന്റോളം വരുന്ന വളപ്പ് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ നിന്ന് മരങ്ങൾ സമീപത്തെ മുണ്ടംവേലി ചിറക്കൽ റോഡിലേക്ക് വളർന്നു നിൽക്കുന്നുണ്ട്. ഈ മരങ്ങളിൽ പാമ്പുകൾ തൂങ്ങിയാടുന്നത് സ്ഥിരം കാഴ്ചയാണെന്നും നാട്ടുകാർ പറയുന്നു. GCDA കോടികൾ മുടക്കിയാണ് ഇവിടെ ഫിഷ് ഫാം ആരംഭിച്ചത്. മീൻ വളർത്തുന്നതിനുള്ള കൂടുകളും വെള്ളത്തിൽ സ്ഥാപിച്ചിരുന്നു. ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്ത് ആദ്യ വർഷം വളർത്തിയ കാളാഞ്ചി, കരിമീൻ മുതലായ മത്സ്യങ്ങളുടെ വിളവെടുപ്പും ആഘോഷമായി നടത്തി. ഫാമിന് ചുറ്റും നടപ്പാത നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പ്രാവർത്തികമായില്ല. പദ്ധതി ലാഭകരമല്ലെന്ന കാരണത്താൽ നിർത്തിവെക്കുകയായിരുന്നു. ഓഫീസും അടച്ചുപൂട്ടി. മത്സ്യകൃഷി ഫാം അടിയന്തരമായി വൃത്തിയാക്കി കാടുവെട്ടി നീക്കുകയും സുരക്ഷാവേലികൾ പുനഃസ്ഥാപിക്കുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അപകട സാധ്യത ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.